കർത്താവിലേക്ക് നിങ്ങൾ അടുത്തു വരുമ്പോൾ നിങ്ങളുടെ ആയിരിക്കുന്ന ജീവിതം മാറുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് ലോകം മുഴുവനും പാപം വർദ്ധിച്ചു വരുന്നു, അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു, കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ, മദ്യപാനം കൊണ്ടും പലവിധ പ്രശ്നം കൊണ്ടും ഈ ലോകം വളരെ ഇരുട്ടിൽ തപ്പിത്തടയുമ്പോൾ മനുഷ്യ ജീവിതങ്ങൾക്ക് വെളിച്ചം പകരുന്നത് സുവിശേഷമാണ്. കർത്താവായ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ താഴ്വരയിലും അന്ധതമസിൽ ഇരുന്നവർക്ക് പ്രകാശമുദിച്ചു. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുട്ടിൽ തപ്പിത്തടയുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമായി കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്താണ് ഇരുട്ടിന് കാരണമെന്ന് പറയുന്നത്? ആദം ഹവ്വമാരെ ഏദൻ പർദീസയിൽ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഇരുട്ടിന്റെ അധികാരിയായ പിശാചിനെ ഈ ആദം ഹവ്വമാർ അനുസരിച്ച് മുഖേനയായിട്ട്, അവർ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാത്തത് മുഖേനയായിട്ട് അവർ ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന് അടിമപ്പെടുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്കറിയാവോ, എല്ലാ സായങ്കാലങ്ങളിലും അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഏദൻ പർദീസയിൽ കടന്നു വന്നിരുന്നു. എന്നാൽ അന്ന് വൈകുന്നേരം ദൈവം ഏദൻ പർദീസയിൽ അത് ഇറങ്ങി വന്നപ്പോൾ ആദാമിനെയും ഹവ്വയെയും കാണുന്നില്ല. അവർ പാപനിമിത്തം ഇരുട്ടിൽ അവർ അത് തപ്പിത്തടയുന്ന ഒരു അനുഭവത്തിലേക്ക് മാറിപ്പോയിരുന്നു. എന്നാൽ ദൈവം അവരെ വിളിച്ചു, ആദാമേ, നീ എവിടെ? അത് കാണിക്കുന്നത് പാപത്തിൽ വീണ മനുഷ്യനെ വിളിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്ന് ഈ പ്രദേശത്ത്, ഈ വൈപ്പിൻകരയിലും സ്നേഹിതരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നിങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട്, ഇരുട്ടിലായിത്തീരുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പാപത്തിൽ നിന്ന്, നിങ്ങൾ മൂടിയിരിക്കുന്ന ശാപത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്താൽ മതി എന്തൊരു ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ താഴെ കടന്നു പോകുന്ന താങ്കളെ കരം പിടിക്കാൻ കഴിവുള്ള യേശു ഇന്നും ജീവിക്കുകയാണ്. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ നമുക്ക് പാപമോചനവും നിത്യജീവനും സൗജന്യമായി ദൈവം ഒരുക്കുകയാണ്. അതത്ര സുവിശേഷം. തിരുവചനം പറയുന്നു, 5 കോടതികൾ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു തെറ്റും കണ്ടില്ല. എന്നിട്ടും യേശു കർത്താവ് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, താങ്കൾ മരിക്കേണ്ട സ്ഥാനത്ത് പാപത്തിന്റെ ശിക്ഷയായ മരണം യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. കർത്താവ് പറഞ്ഞു, സകല നിവൃത്തിയായി. ഈ പാപമോചനത്തിന് വേണ്ടി നീ കർമാദികളൊന്നും ചെയ്യേണ്ടതില്ല. യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ നീ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും. ആ യേശു കർത്താവ് സ്നേഹത്തോടെ നിങ്ങൾ വിളിക്കുക. ആ യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുക. തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കാനായിട്ട് ആ കർത്താവ് യേശു വാനമേഘങ്ങളിൽ വരാൻ സമയമായി. സ്നേഹിതരെ, ആ യേശുവിനായ നിങ്ങളുടെ ജീവിതം